നമസ്കാരം, വെൽക്കം ബാക്ക് ടു സി കോർണർ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരു നാച്ചുറൽ റെമഡി അല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറ്റാനായിട്ടുള്ള ഒരു മിഷ്യൻ, ഒരു സക്കിംഗ് മിഷ്യനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡെർമാസെക്ഷൻ പോർ ക്ലീനിങ് ഡിവൈസിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ്. ഇതിൽ നമുക്ക് ഇതുപോലെ 1, 2, 3 പ്ലസ് ഇങ്ങനെ 4 ഹെഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു മെഷീനും ഈ 4 ഹെഡ്സും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇവരിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഇതിൽ സ്മോൾ ഹെഡ് എന്ന് പറയുന്നത് എവറിഡേ യൂസിന് നല്ലതാണ്, ജെന്റിൽ സക്ഷൻ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ വാക്വം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസുകളും തന്നെ നമ്മൾ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എവറിഡേ ബേസിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ സ്കിൻ ഒരുപാട് അങ്ങ് ഡാമേജ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും ഇവർ ഇതിൽ പറഞ്ഞേക്കുന്നത് ഈ സ്മോൾ ഹെഡ് എന്ന് പറയുന്നത് എവറിഡേ ബേസിലേക്കുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ലാർജ് ഹെഡ് അവർ പറഞ്ഞേക്കുന്നത് സ്ട്രോങ് സക്ഷൻ ആണ്, അതുപോലെ തന്നെ പെർഫെക്റ്റ് ഫോർ ബ്ലാക്ക് ഹെഡ്സ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇനിയുള്ളത് ഓവൽ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ നോസ് ആൻഡ് മൗത്ത് ഏരിയാസിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി സോണിക് ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു എക്സ്ഫോളിയേറ്റ് വൈൽ പുള്ളിങ് ഡർട്ട് ആൻഡ് ഓയിൽ ഫ്രം ദ സ്കിൻ. അപ്പോൾ ഓയിലും ഡർട്ടും ഒക്കെ നമ്മുടെ സ്കിന്നിനൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഈ പറഞ്ഞേക്കുന്ന സോണിക് ഹെഡിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഡിവൈസ് ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡെർമാസെക്ഷന്റെ പോർ ക്ലീനിങ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് ആണ്. 2 ബാറ്ററിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഓൾറെഡി ബാറ്ററി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും ഉണ്ടായിരുന്നു വാങ്ങിച്ചിട്ട്. ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ. നമുക്ക് 2 സ്പീഡാണുള്ളത്. നമ്മുടെ ഈ മെഷീൻ ഓൺ ആയി കഴിയുമ്പോൾ ഇതുപോലൊരു ചെറിയ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ളൊരു സൗണ്ട് കൂടി ഉണ്ടാകും. അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ 4 ഹെഡ് ഉണ്ട്. ഇതിനകത്ത് വരുന്ന ഈ സോണിക് ഹെഡ് എന്ന് പറയുന്ന ഇതാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞ സോണിക് ഹെഡ് ഇതാണ്. ഇനി ഓവൽ ഹെഡ് എന്ന് പറഞ്ഞത് നമ്മുടെ നോസ് ആൻഡ് മൗത്ത് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹെഡ് ഇതാണ് ഓവൽ ആയിട്ടുള്ളത്. ഇനി ലാർജ് ഹെഡ് ഓൾറെഡി നമ്മുടെ ഈ മെഷീനിൽ തന്നെ ഉണ്ട്. ഇനി ഉള്ളതെന്ന് പറയുന്നത് സ്മോൾ ഹെഡ്. ആദ്യം പറഞ്ഞ സ്മോൾ ഹെഡാണ് ഇത്. ഇങ്ങനെ 4 എണ്ണമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പം നമ്മുടെ ഓരോ യൂസേജ് അനുസരിച്ച് നമ്മൾ ഏത് ഏരിയ ആണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഈ മെഷീനിൽ നമുക്ക് ഏത് ഹെഡാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഓരോ ഹെഡും ഇട്ട് കൊടുത്തിട്ട് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്കിനി നമ്മുടെ ഈ മെഷീൻ ഒന്ന് നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റീമർ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഇതുപോലൊരു ടവൽ എടുത്തിട്ട് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം ഈ ഡിവൈസ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ പോസിലുള്ള മാക്സിമം ഡേർട്ട് നമുക്ക് ഈ വാക്വം വഴി സക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു സ്റ്റീമറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഞാനിപ്പോൾ ഈ ടവലൊന്ന് ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റീമർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ടവൽ വെച്ചിട്ടുള്ളത് ചെയ്താൽ മതി. അപ്പം ഇനി നമുക്ക് നമ്മുടെ മെഷീൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫേസിൽ ഉപയോഗിക്കുക. ഒത്തിരി ഒരു ഹൈ ആയിട്ടുള്ള ഒരു വാക്വം എഫക്റ്റ് ഇല്ല. എങ്കിൽ പോലും നമ്മൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഒരു ചെറിയ പ്രഷർ ഇതിനുണ്ട്. തന്നെയല്ല, നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരേ ഏരിയയിൽ 2 സെക്കൻഡിൽ കൂടുതൽ ഇത് വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ
സ്കിൻ സെൽസ് എല്ലാം ഡാമേജ് ആയി പോകും. അതുകൊണ്ട് 2 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ ഒരു ഏരിയയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഡിവൈസ് ഉപയോഗിക്കാൻ പാടില്ല. ആദ്യം തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഓവൽ ഹെഡ് ആണ്. ഓവൽ ഹെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നോസിനും മൗത്ത് ഏരിയയ്ക്കും വേണ്ടിയിട്ടാണ്. ഈ ഓവൽ ഹെഡാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാനായിട്ട് നല്ലത്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഓവൽ ഹെഡ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്യുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മളിത് പെട്ടെന്ന് നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ ഒരേ സൈഡിൽ 2 സെക്കൻഡിൽ കൂടുതൽ, ഒരേ പ്ലേസിൽ 2 സെക്കൻഡിൽ കൂടുതൽ വെക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി സ്പീഡിൽ, കുറച്ചും കൂടെ ഒന്ന് സ്പീഡിൽ വേണം ചെയ്യാനായിട്ട്. ഈ ഓവൽ ഹെഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതിൽ എത്രമാത്രം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സിൻ്റെ പ്രോബ്ലമാണ് എനിക്കുള്ളത്. അപ്പോൾ വൈറ്റ് ഹെഡ്സ് നല്ലപോലെ തന്നെ നന്നായിട്ട് തന്നെ പോന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് കിട്ടിയപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വൈറ്റ് ഹെഡ്സിൻ്റെ പ്രോബ്ലം ഇല്ല. അതുകൊണ്ടാണ് ഇതിൽ എനിക്ക് തോന്നുന്നു അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. ഇതാ വൈറ്റ് ഹെഡ്സ് നല്ല രീതിയിൽ തന്നെ സക്ക് ചെയ്ത് പോരുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു മൗത്ത് ആൻഡ് നോസ് ഏരിയയിൽ മാത്രമേ ഇത് ചെയ്ത് നോക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തിടത്തോളം നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡൊന്ന് മാറ്റിയിട്ട് ഞാൻ ഈ സോണിക് ഹെഡാണ് ഇനി ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോണിക് ഹെഡ് നമ്മൾ ട്രൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കാണ് ഇത് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓയിൽ സെക്രീഷന് നല്ലതാണ്. ഓയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്തെടുക്കാനും ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും എക്സ്ഫോളിയേഷനും നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എടുത്ത ഈ ഓവൽ ഹെഡ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ രണ്ടാമത് ഉപയോഗിച്ച ഈ സോണിക് ഹെഡ് എന്ന് പറയുന്നത് ഇവർ പറയുന്ന പോലെ അത്ര ഒരു ഓയിൽ എക്സ്ട്രാക്റ്റിംഗ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് അത്ര ഒരു ഓയിൽ എക്സ്ട്രാക്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് സക്ക് ചെയ്യാം, ഈ വാക്വം ഒരു ഫീൽ ഉണ്ടെന്നുള്ളതല്ലാതെ ഈ ഒരു ഹെഡ് കൊണ്ട് എനിക്ക് അത്ര ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കി ഈ 2 ഹെഡും ബാക്കി ഈ 3 ഹെഡ് ഉപയോഗിച്ചിട്ടും ഇത് 3ഉം നല്ല വർക്കിംഗ് ആണ്. ഇത് 3ഉം നല്ല രീതിയിൽ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും, അതായത് നമ്മുടെ ഈ പോസിനകത്തുള്ള ഡർട്ടെല്ലാം വാക്വം ചെയ്ത് സക്ഷൻ ചെയ്തെടുക്കാനായിട്ട് വളരെ നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിന് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് റെഡിഷ് ആകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ഈ സക്ഷൻ വാക്വം പ്രഷർ ഉള്ളത് കൊണ്ട് നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് അങ്ങ് റെഡിഷ് കളറാകും. അതൊരു 2 ദിവസമെങ്കിലും നമ്മുടെ ഫേസിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോകുന്നതിന് മുന്നെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അതിന് 2 ദിവസം മുന്നേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഈ റെഡിഷ് മാർക്ക് എപ്പോഴും കിടക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ കാണുന്നത് പോലെ അത്ര അങ്ങ് ഈസി ഗ്ലൈഡ് ഓൺ അല്ല നമ്മുടെ ഫേസിൽ കൂടി ഈ ഒരു മെഷീൻ. നമ്മൾ കുറച്ചൊന്ന് നമ്മളൊരു പ്രഷർ ഉപയോഗിച്ച് ചെയ്താലും മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ശീലമാകാനുണ്ടത്. നമ്മൾ ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങ് ഈസിലി അങ്ങ് ഗ്ലൈഡ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഫേസിൽ കൂടി. അപ്പോൾ 1-2 തവണ നമ്മളത് ചെയ്ത് അതൊന്ന് പരിചയമായിട്ട് വരാനായിട്ടുള്ളൊരു സമയം നമുക്ക് എടുക്കും ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും. അതർവൈസ് ഇതെല്ലാം കൊണ്ടും തന്നെ എനിക്കൊരു നല്ല ഒരു എഫക്റ്റാണ് തോന്നിയിട്ടുള്ളത്. ഒരു 9 out of 10 കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാനിത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ വില ഞാൻ വാങ്ങിച്ചപ്പോൾ 300 രൂപ, 299 രൂപയായിരുന്നു. പിന്നെ പ്രത്യേകം പറയട്ടെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഈ കമ്പനിക്കാർ എനിക്ക് പ്രൊമോഷൻ ഒന്നും തന്നിട്ടുള്ളതല്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കി തന്നെ വാങ്ങിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഈ ഒരു ഡിവൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈ ഒരു മെഷീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. കാരണം വൈറ്റ് ഹെഡ്സിൻ്റെ പ്രോബ്ലം എല്ലാവർക്കും തന്നെ ഉള്ളൊരു പ്രോബ്ലമാണ് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകാനായിട്ടുള്ള നാച്ചുറൽ റെമഡീസൊക്കെ.
പക്ഷെ അത് എപ്പോഴും തന്നെ നമുക്ക് പോസിബിളായിട്ട് എപ്പോഴും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു മെഷീൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യത്തിന് ഉപയോഗിക്കുമല്ലോ. അതുകൊണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് കുറച്ച് നാളുകൊണ്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ ഫേസിലുള്ള റെഡിഷ് മാർക്ക് പോകാനായിട്ട് ഒരു 2 days എടുക്കും എന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ചെയ്തിട്ട് ഒന്ന് ലെവലായി വരാനായിട്ട് ഒരു 2 days എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പെയിൻഫുൾ ഒന്നുമല്ല, ഫേസ് ഒന്ന് റെഡിഷ് ആകും എന്നുള്ളതേ ഉള്ളൂ. യാതൊരു തരത്തിലുള്ള പെയിനോ കാര്യങ്ങളോ ഒന്നും ഇതുകൊണ്ടുണ്ടാകുന്നില്ല. റെഡിഷ് ആകും, കുറച്ചൊരു നല്ല രീതിയിൽ റെഡിഷ് ആയിട്ട് കിടക്കും. അത് പ്രതീക്ഷിച്ച് മാത്രം ചെയ്യുക. ഞാൻ നോക്കിയിട്ട് ഈ ഡിവൈസിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് കോർഡ്ലെസ് ആണ്. അപ്പം നമുക്ക് എവിടെ ഇപ്പോൾ ട്രാവൽ ചെയ്യണമെങ്കിലും ഒക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ബാറ്ററി ഓപ്പറേറ്റഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ കോർഡ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഉപയോഗിക്കാനായിട്ടുള്ളത്. പിന്നെ ഇവരിതിൽ പറഞ്ഞേക്കുന്നത് പോലെ ഉപയോഗിച്ച് കഴിയുന്ന ഉടനെ തന്നെ ഒരു ഭയങ്കര ഒരു ഗ്ലോയിങ് സ്കിൻ കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഗ്ലോയിങ് സ്കിൻ കിട്ടും, ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ഭീകരമായിട്ടൊരു ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടൊരു ഭയങ്കരമായിട്ടൊരു ഗ്ലോയിങ് സ്കിൻ അങ്ങനെയൊന്നും വരത്തില്ല. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡർട്ട് അഴുക്കുകളെല്ലാം തന്നെ പോകുമ്പോൾ നമ്മുടെ ഫേസിൽ ഒബ്വിയസ്ലി നമുക്കൊരു ചെറിയൊരു ഗ്ലോ കിട്ടും. ആ ഒരു ഗ്ലോ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് കിട്ടുള്ളൂ. ഇവരിതിൽ പറഞ്ഞേക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കര ഗ്ലോയിങ് സ്കിന്നൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. എന്നാലും ഓവറോൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓൺലൈനിൽ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ സ്റ്റോറുകളിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പ്രോബ്ലം ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത് പ്രയോജനപ്പെടാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വേഗം തന്നെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.